ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി അറിയാം. ആദ്യം തന്നെ ഹോളിലാൻഡ് ട്രിപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, അധികം ഏജ് ഓവർ ആവുന്നതിന് മുന്നേ തന്നെ ഹോളിലാൻഡ് ട്രിപ്പ് പോകാൻ നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് ആക്ച്വലി ലക്കിലി കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഈ ഹോളിലാൻഡ് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഏജിലുള്ള ആളുകളൊന്നും പൊതുവെ ഇത്തരത്തിലുള്ള സീക്രട്ട് പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് ടൈം കണ്ടെത്താറില്ല. പക്ഷേ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ യൂത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എന്തോരം പുറകോട്ടാണ് എന്നാണ് എന്റെ ഈ ഹോളിലാൻഡ് ട്രിപ്പ് വഴി ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം. നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ള യൂത്ത് എല്ലാം മണി സേവ് ചെയ്ത് വെച്ച് പോകാൻ മറ്റു പല സ്ഥലങ്ങളും കണ്ടെത്തുമെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലേസസ് ഒന്നും വിസിറ്റ് ചെയ്യാൻ നമ്മൾ ചാൻസ് എടുക്കാറില്ല. സത്യമല്ലേ? അതൊക്കെ വയസ്സായ ആളുകൾക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ് എന്നും പറഞ്ഞ് അങ്ങ് പ്രായം ഒരുപാട് എത്തുന്നത് വരെ നമ്മളിത് നീട്ടി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഹോളിലാൻഡ് ട്രിപ്പ്. ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് ഹോളിലാൻഡ് ട്രിപ്പ് നമ്മുടെ ഈ യൂത്തിന്റെ ഏജിൽ തന്നെ പോയി വരേണ്ടതാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരുപാട് ഏജ് ഓവർ ആയിട്ട് പോയതിനു ശേഷം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം പല സ്ഥലങ്ങളിലും നടക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ ക്ഷീണവും അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നില്ലേ എന്ന്. സേവ് ചെയ്ത് വെച്ച് നല്ല പ്രായത്തിൽ തന്നെ ഹോളിലാൻഡ് പോകാൻ ശ്രദ്ധിക്കും.